ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ചോറ് വെച്ചിട്ടുള്ള വടയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും എന്നറിയാം. അപ്പം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്, ക്രിസ്പിയാണ്. ചമ്മന്തിയുടെ കൂടെയും ഇനി സാമ്പാറിൻ്റെ കൂടെയും അതെല്ലാം വെറുങ്ങനെ കഴിക്കാനാണെങ്കിൽ അങ്ങനെ നല്ല ക്രിസ്പി ആയതുകൊണ്ട് അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്കിതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. ആദ്യം ഞാൻ ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. റേഷൻ കടയിൽ അരി വെച്ചിട്ടുള്ള ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അരി ഏതായാലും ചോറ് ഏതായാലും കുഴപ്പമില്ല. നമ്മൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒഴിക്കാതെ ഒന്ന് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയുടെ ആവശ്യമുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ഇടുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് റവയാണ് ആവശ്യമുള്ളത്. റവ നമ്മുടെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വലിച്ചെടുക്കാനും ഒന്നും കൂടെ ക്രിസ്പി ആയി കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ. ഞാൻ ചെറിയൊരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ട് ചോറിട്ട് കൊടുക്കാം. ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഒഴിക്കാതെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചാൽ വല്ലാതെ ഒരു ലൂസായി പോവും. അപ്പോൾ ഒന്ന് വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാം. ഇതേപോലെ കേട്ടോ. ഞാൻ തീരെ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ടത് മാറ്റി കൊടുക്കാം. മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച പച്ചമുളക്, ഇഞ്ചി, ഉള്ളി എല്ലാം ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് റവ ആവശ്യമുണ്ട്. റവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പത്തിരിപ്പൊടിയാണ് ആവശ്യമുള്ളത്. പത്തിരിപ്പൊടിയും കുറച്ച് അതിലിട്ട് കൊടുക്കാം. ഞാനൊരു 7 8 ഉണ്ടാക്കാനുള്ളതേ ആക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചെന്ന് പറയുന്നത് കേട്ടോ. കുറച്ചാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുമ്പോഴേക്കും നമുക്ക് ഇത് വറുത്ത് എടുക്കാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു ചീഞ്ചട്ടി വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കയ്യിൽ കുറച്ച് വെള്ളം തടവിയിട്ട് വേണം ഇത് ഉരുളയാക്കി എടുക്കാൻ കേട്ടോ. ഇതേപോലെ ഉരുളയാക്കി എടുത്തതിന് ശേഷം കയ്യിലൊന്ന് വെച്ച് പ്രസ് ചെയ്യുക. എന്നിട്ട് ഒരു വിരൽ വെച്ചിട്ട് നടുക്കൊരു ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. ഇതേപോലെ കേട്ടോ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഞാനിത് ഇങ്ങനെ പരത്തി വെക്കുന്നില്ല. അതേപോലെ തന്നെ ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതാ ഓരോന്നായിട്ട് ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതായാലും ഇട്ടിട്ടുണ്ട്. അതിനകത്തൊരു ബ്രൗൺ കളറായി വരട്ടെ. അതെല്ലാം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതേപോലെ ആവണം കേട്ടോ. അപ്പം ഇതെല്ലാം ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, ക്രിസ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കില്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.